മഹാകവി കുമാരനാശാന്റെ 100ാം ചരമവാർഷികമാണിന്ന്. കൊല്ലം ജില്ലയും കുമാരനാശാന്റെ ജീവിതവും തമ്മിൽ ഏറെ ബന്ധമുണ്ട്. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായത് മുതൽ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി പദത്തിലെത്തുന്നതുവരെ നീളുന്നതാണ് ആ യാത്ര. ഒടുവിൽ മരണത്തിലേക്കുള്ള ആശാന്റെ യാത്രയും കൊല്ലത്ത് നിന്നാണ്. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിന്റെ നാഴികക്കല്ലായി മാറിയ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ ആദ്യ ജനറൽ സെക്രട്ടറിയായിരുന്നു കുമാരനാശാൻ. 1924 ജനുവരി 16 രാത്രി 10:30 കൊല്ലം ബോട്ട് ജെട്ടിയിൽ നിന്ന് പുറപ്പെട്ട റെഡീമർ എന്ന സ്വകാര്യ ബോട്ടിൽ മഹാകവി കുമാരനാശാൻ കയറുന്നത്. അതായിരുന്നു ആശാന്റെ അവസാന യാത്ര. ആലപ്പുഴ പല്ലനയാറ്റിലെ കൊടുംവളവിൽ കനത്ത മഴയിലും കാറ്റിലും പെട്ട് ബോട്ട് മറിഞ്ഞ് ആശാന്റെ ജീവൻ പൊലിഞ്ഞു. ആശാനും കൊല്ലവും തമ്മിലുള്ള ബന്ധം അത്രമേൽ ഹൃദയത്തിൽ ആഴ്ന്നതായിരുന്നു. കുമാരനാശാനെ സംബന്ധിച്ച് കൊല്ലം അദ്ദേഹത്തിന്റെ സ്വപ്ന ഭൂമിക കൂടിയായിരുന്നു. 1923 തെരഞ്ഞെടുപ്പിൽ ആശാൻ മത്സരിച്ചതും കൊല്ലം മണ്ഡലത്തിൽ നിന്നാണ്. കൊല്ലവും കുമാരനാശാനും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം അത്രത്തോളം വലുതായിരുന്നു. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും മരണം വരെ അദ്ദേഹത്തിന് ഊർജം പകർന്നു നൽകിയ പട്ടണമായിരുന്നു കൊല്ലം. ആശാന്റെ പാദചുംബനം അവസാനമായി ഏറ്റുവാങ്ങിയ കൊല്ലത്തെ മണ്ണിൽ സ്മാരകമുയർന്നു കഴിഞ്ഞു. ബോട്ട് ജെട്ടി വളപ്പിൽ ലിങ്ക് റോഡിന് സമീപം 2 ഏക്കറിലാണ് മഹാകവി കുമാരനാശാൻ പുനർജനി പാർക്കും ഓപ്പൺ എയർ ഓഡിറ്റോറിയവും നിർമ്മിച്ചിരിക്കുന്നത്. കുമാരനാശാന്റെ പൂർണ്ണകായ പ്രതിമയും ഉടൻ സ്ഥാപിക്കും. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിന്റെ നാഴികക്കല്ലായി മാറിയ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ ആദ്യ ജനറൽ സെക്രട്ടറിയായിരുന്നു കുമാരനാശാൻ. SNDP യോഗത്തിന്റെ മുഖപത്രമായ വിവേകോദയത്തിലൂടെ ശക്തമായി എഴുതിയും സമുദായത്തിന്റെ ആവശ്യങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിൽ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കുമാരനാശാന് കഴിഞ്ഞു. മലയാള കാവ്യലോകത്ത് നവീനതയ്ക്കൊപ്പം കാൽപ്പനികതയുടെ വസന്തവും നവോത്ഥാനത്തിന്റെ സിംഹഗർജനവും ഉണ്ടാക്കിയ മഹാകവിയായിരുന്നു കുമാരനാശാൻ. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ രാജ്കിറിനൊപ്പം അരുൺ രാജ്, 24.